ഇന്ന് നമുക്ക് ബീഫും കൂർക്കയും ചേർത്തൊരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് 1 കിലോ ബീഫ് കഴുകി റെഡിയാക്കി വെച്ചതാണത്. 400 ഗ്രാം കൂർക്ക നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസാക്കി എടുക്കണം. ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കിതൊരു 5 വിസിൽ വരുന്നവരെ റെഡിയാക്കി എടുക്കാം. ഇതിലേക്കായിട്ട് 4 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞത്, 8 പച്ചമുളക് അരിഞ്ഞെടുത്തത്, കറിവേപ്പില, കുറച്ച് തേങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാത്രം അടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ കളർ മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ച് ചേർക്കാം. അടുത്തതായിട്ട് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യത്തിന് നെയ്യുണ്ട്. എല്ലോട് കൂടിയ ബീഫാണ്. കൂർക്ക നന്നായിട്ട് വെന്ത് കിട്ടുന്ന വരെ ഇത് വേവിച്ചെടുക്കാം. കൂർക്ക സെപ്പറേറ്റ് വേവിച്ചെടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടുന്നതാണ്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചത് തളിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പ്രിയമുള്ളവരെ, ഇതിന് ഒത്തിരി ഗ്രേവിയുടെ ആവശ്യമില്ല. നല്ല തിക്ക് ഗ്രേവിയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ ബീഫ് കൂർക്ക കറി റെഡിയായിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ്. ഇതുപോലെ ആക്കിയെടുക്കണം. ഇത് കഴിക്കാത്ത ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ.